ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നമ്മൾ പഠിച്ചു അല്ലേ? എന്താ പഠിച്ചത് നമ്മൾ നാലാമത്തെ അധ്യായത്തിൽ ലാംഗ്വേജ് അല്ലേ, ഭാഷയിലെ ചില പദപ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടാവും അല്ലേ? കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് തദ്രീബാത്ത് നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്നേ. നമുക്ക് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റീസ് ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തത് നഖ്റഉ വനഫ്ഹം. നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ബദഅ യബ്ദഉ. ബദഅ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥമാണ് ആരംഭിച്ചു. എന്താണ്? ആരംഭിച്ചു. അപ്പോൾ ബദഅൻ്റെ അർത്ഥം എന്താണ്? ആരംഭിച്ചു. യബ്ദഉ എന്ന് പറഞ്ഞാൽ ആരംഭിക്കും. അതിന് പറയാം മാലി എന്നാണ് ഇതിന് പറയാം. ഏതിന്? ഈ ബദ എന്നുള്ളതിന് നമ്മൾ അറബി ഗ്രാമറ്റിക്കലായിട്ട് മാലി എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഈ യബ്ദഉ എന്നുള്ളതിന് മുലാരി എന്നാണ് അറബിയിൽ പറയുക. അത് തുടങ്ങും എന്നർത്ഥത്തിന്. ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് ഈ യബ്ദഉന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ അടുത്ത പദം മറ, പ്രാവശ്യം. മറത്തിൻ്റെ അർത്ഥം എന്താണ്? പ്രാവശ്യം. മത, എപ്പോൾ. എപ്പോൾ. മത്ത എന്നുള്ള ചോദ്യപദമാണ്. വെൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. എപ്പോൾ. മത്തൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഓരോ പദത്തിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. ഇൻതഹ, അടുത്തത് ഇൻതഹ. ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു. എന്തഹി എന്ന് പറഞ്ഞാൽ അവസാനിക്കും. അപ്പോൾ ഇൻതഹ അതിൻ്റെ മുലാരിയാണ്, മാലിയാണ്. എന്ത്? ഇൻതഹ എന്നുള്ളത്. എന്തഹി എന്നുള്ളത് മുലാരിയാണ്. മുലാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്. ഇൻതഹ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ്, ഇത് ഫ്യൂച്ചർ ടെൻസ്. അവസാനിച്ചു, അവസാനിക്കും. എന്തായി എന്ന് പറഞ്ഞാൽ അവസാനിക്കും. മക്തബ് എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം ലൈബ്രറി എന്നാണ്. നിസ്ബ് എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം അല്ലേ? ഹാദി അഷറ വ നിസ്ബ് എന്ന് പറഞ്ഞില്ലേ? പകുതി, 11.5 എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അരക്ക് കിട്ടുന്ന പകുതി, അര. ഇസ്തിറാഹത്ത് എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിശ്രമം, റെസ്റ്റ് എന്നാണ് അർത്ഥം. ബാദ എന്ന് പറഞ്ഞാൽ ശേഷം. മുഖ്തബർ എന്ന് പറഞ്ഞാൽ ലാബ്. മറത്ത സാനിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാമതും. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്. ലൻ എന്ന് പറഞ്ഞാലും അതുപോലെ ലാ എന്ന് പറഞ്ഞാലും ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ വെക്കാബുലറിയാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരുപാട് വാക്യങ്ങൾ ഇവിടെ കിട്ടി. കാണാതെ പഠിക്കുക. എക്സാമിന് ചില വാക്കുകളുടെ അർത്ഥങ്ങൾ ചോദിക്കാം. രണ്ടാമത്തത് നഖ്റഉ വനക്തുബു കമാം ഫിൽ മിസാൽ. മിസാലിൽ ഉള്ളതുപോലെ നമ്മൾ നഖ്റഉ എന്ന് വെച്ചാൽ നമ്മൾ വായിക്കാം. നക്തുബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. കമാ ഫിൽ മിസാലി, മിസാൽ കമാ എന്ന് പറഞ്ഞാൽ പോലെ. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ അതേ അർത്ഥം. കമാ ഫിൽ മിസാലി, ഈ ഉദാഹരണത്തിലുള്ളത് പോലെ നമുക്ക് എഴുതാം. അപ്പോൾ ഒരു ഉദാഹരണം കൊടുക്കും, അതേമാതിരി പിന്നെ ഇത്. അതാണ് ഇതിൻ്റെ ലോജിക്ക് കേട്ടോ. അപ്പോൾ നെദ്ഹബു, നെദ്ഹബിൻ്റെ അർത്ഥം എന്താ? നാം പോകുന്നു. നാം പോകുന്നു. യദ്ഹബു എന്ന് പറഞ്ഞാൽ വെറും പോകുന്നു, അവൻ പോകുന്നു എന്നർത്ഥം. ഇവിടെ നെദ്ഹബ് ഈ ഒരു ഫോർമാറ്റിലൊക്കെ നാം പോകുന്നു, നാം വരുന്നു, നാം ചെയ്യുന്നു, നാം തിന്നുന്നു, ഇങ്ങനെ അർത്ഥമായിരിക്കും കേട്ടോ. അതാണ് ഇവിടെ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കി വെക്കുക. നാം പോകുന്നു. അതുപോലെ നോക്കൂ, ഇനി ഇതുപോലെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമാതിരി മറ്റൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നോക്കൂ, നേക്കുൽ. നേക്കുൽ എന്ന് പറഞ്ഞാൽ നാം തിന്നുന്നു. അക്കല ഏക്കുൽ, അതിൻ്റെ മാലി അക്കല എന്നാണ്. ഏക്കുൽ എന്നുള്ളത് അതിൻ്റെ മുലാരിയാണ്. മുലാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ടെൻസ് കേട്ടോ. നമുക്ക് ഗ്രാമറും സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ കോഴ്സ് ഉണ്ട്. കോഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾക്ക് ചേരാം. അറബി ഗ്രാമർ പഠിക്കുന്ന വേറെ കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് 1 ഇയറിൻ്റെ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ചേരാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അവിടെ നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നന്നായിട്ട് നല്ല സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നക്കുൽ എന്ന് പറഞ്ഞാൽ നാം തിന്നുന്നു അല്ലേ? ഇനിയിപ്പോൾ സനദ്ഹബു. സനദ്ഹബു ഒരു പദമാണ്. സനദ്ഹബു. സീൻ എന്ത് ചെയ്തു? ആദ്യം കൊടുത്തു. നദ്ഹബു എന്നല്ലേ ഉള്ളൂ ഇവിടെ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്ട്രാ വെച്ചെടുത്തു. ഈ സീനിനെ എക്സ്ട്രാ വെച്ചെടുത്തു. പിന്നെ അതുപോലെ തന്നെ സൗഫ നദ്ഹബു, ഇവിടെ വേറൊരു പദവും കൊടുത്തു. സൗഫ നദ്ഹബു അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാം പോകും. എന്തായിരിക്കും? ഇവിടെ പോകുന്നു എന്നാണ്. അതായത് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയാം. പോകുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ അർത്ഥമാണ്. പോകുന്നു, വരുന്നു എന്നുള്ളത്. അതിനെ ഫ്യൂച്ചർ ആക്കണമെങ്കിൽ പോകും, ചെയ്യും എന്നർത്ഥം. ചെയ്യും ഫ്യൂച്ചർ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സീന് കൊടുക്കുക ആദ്യത്തിൽ. ഏതിൻ്റെ? ആ മുലാരി എന്ന് പറഞ്ഞാൽ പേടിക്കരുത് കേട്ടോ. എന്താണ്? ഫ്യൂച്ചർ ടെൻസ്.
സൗഫ കൊടുക്കുക അല്ലെങ്കിൽ സീന് കൊടുക്കുക. ആദ്യത്തിൽ കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ പോകും എന്ന അർത്ഥം കിട്ടും. മനസ്സിലായോ? രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്നാമത്തത് എന്താ വ്യത്യാസമുള്ളത്? നദ്ഹബ് എന്ന് പറഞ്ഞാൽ പോകുന്നു. ഏതൊരു മുതാരിയും അങ്ങനെ പോകുന്നു, പ്രസന്റിലാണ് അതിനെ അർത്ഥം വെക്കേണ്ടത്. അത് ഫ്യൂച്ചറിലാകണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണം. ആ തെളിവാണ് എന്ത്? സീനോ അല്ലെങ്കിൽ സൗഫയോ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി നേക്കലു നാം തിന്നുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം ഉണ്ടാവുക. അപ്പോൾ ഇനി നെദ്ഹബ് എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥം ഉണ്ടാവുക? നെദ്ഹബ് എന്ന് പറഞ്ഞാൽ പോകുന്നു അല്ലേ? നാം പോകുന്നു എന്നർത്ഥം. ഇനി നേക്കുലു എന്ന് പറഞ്ഞാൽ നാം തിന്നുന്നു. ഇനി ഇവിടെ എന്താ ചെയ്യാം? തിന്നും എന്നർത്ഥമാക്കാം അല്ലേ? ഇതുപോലെ ഇവിടെ എഴുതണം. അപ്പൊ സ നക്കുലു, സ ആദ്യം കൊടുക്കുക. സ നക്കുലു നാവും ആദ്യം എഴുതണ്ട്. സ നക്കുലു എന്താ എഴുതണ്ട്? സ നക്കുലു. പിന്നെ ഇതുപോലെ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സൗഫ നക്കുലു. അത് ഒന്നിച്ചല്ല എഴുതാന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. സൗഫ ആദ്യം എഴുതാം, പിന്നെ നദബ് സ കൂട്ടുമ്പോൾ ഒന്നിച്ച് എഴുതുന്ന പാറ്റേൺ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അർത്ഥം എന്താണ്? നാം തിന്നുന്നു എന്നുള്ളത് എന്താവും? ഫ്യൂച്ചർ അർത്ഥം വെക്കണം. നാം തിന്നു. മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നെറജു, അടുത്തൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. നെറജു എന്ന് പറഞ്ഞാൽ നാം മടങ്ങ്. പിന്നെയും ക്ലാസ്സിലേക്ക് വരിക എന്നറിയില്ല, അതിനാണ് മടക്കെന്നറിയാം. അപ്പോൾ നമ്മൾ ഇതേമാതിരി ചെയ്താൽ മതി. എന്ത് ചെയ്തിട്ട് സ ആദ്യം ആഡ് ചെയ്താൽ മതി. അപ്പോൾ സനർജിയോ എന്നാവും. കൂട്ടി എഴുതണം കേട്ടോ, സനർജിയോ. അപ്പോൾ ഇനി അടുത്ത് എന്താ എഴുതണ്ട്? സൗഫനെ പോലെ സൗഫ ആദ്യം എഴുതും, പിന്നെ ഇതേ പദം നെർജിയോ എഴുതും. അപ്പോൾ സൗഫ നെർജിയോ, മടങ്ങും എന്ന അർത്ഥം. നാം മടങ്ങും. എന്താ അർത്ഥം? നാം മടങ്ങും. ഫ്യൂച്ചറിൻ്റെ അർത്ഥമായി മാറി. ഓക്കെ. ഇനി അടുത്ത ഒരു വെക്കാബുലറി, കുറച്ച് നമ്മൾ ഗ്രാമറാണ് പഠിച്ചേട്ടോ. മാലി, മുലാരി എന്നാണ് ഫ്യൂച്ചറിന് പറയാം കേട്ടോ. മുസ്തഖ്ബല്, മുലാരി. മുസ്തഖ്ബലുണ്ട്, മുലാരിയുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കബല വെക്കാബുലറി ഉണ്ടാക്കുകയാണ്. എന്ത്? ഓപ്പോസിറ്റ് വേർഡ്. നിങ്ങൾ സ്കൂളിലൊക്കെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് വേർഡ്. എന്തിനാണ് ഈ ഓപ്പോസിറ്റ് വേർഡ് പഠിക്കുന്നത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരു വാക്ക് കിട്ടിയാൽ മറ്റൊരു വാക്ക് കിട്ടും, മറ്റു വാക്ക് കിട്ടിയാൽ ഈ വാക്ക് കിട്ടും. ഇത് തന്നെയാണ് ഓപ്പോസിറ്റ് മെച്ചം. ഓപ്പോസിറ്റ് ഒരുപാട് വെക്കാബുലറി നമുക്ക് എളുപ്പമായിട്ട് മനസ്സിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അതിനാണ് കബല. ബായത എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? കബല. ബായത എന്ന് പറഞ്ഞാൽ ശേഷം. കബല എന്ന് പറഞ്ഞാൽ മുന്നേ. ഓക്കെ. ഇനി ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഇത് മാലിയിലുള്ള വെർബാണ് കേട്ടോ. വെർബ് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കട്ടോ. ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അവസാനിച്ചു എന്നാവും. തുടങ്ങി എന്നുള്ളതിന് എന്തായിരിക്കും? അവസാനിച്ച്. അതിനെന്താ പദം പറയാ അറബിയിൽ? ഇന്തഹ. ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്തഹ. അപ്പൊ ഇനി നമ്മൾ നേരെ മറിച്ചിട്ടിട്ട് ഒരു ചോദ്യം, അതിനെ കണ്ട് മറിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് തന്നെ അല്ല ആവുക. അപ്പൊ കബല എന്ന് കൊടുത്തു. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്താ? ബാധ എന്ന് കൊടുത്താൽ മതി. കബല എന്ന് പറഞ്ഞാൽ മുന്നേ, ബിഫോർ. ബാധ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, ശേഷം. അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ തിരിച്ചിട്ടു. ഇന്തഹ എന്നാദ്യത് അവസാനിച്ചു. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? തുടങ്ങി. അപ്പൊ നമ്മളെന്താ ചെയ്താ? ബദ. ഓക്കെ, മനസ്സിലായല്ലോ. അത് മാലിയാണ്. ഈ രണ്ടും മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിനാണ് മാലി എന്ന് പറയുക. അതിന് ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. ഇൻഷാല്ല അടുത്തൊരു ഉദാഹരണം നെദ്ഹബ്. നമ്മൾ പാഠത്തിൽ ഈ പദമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഓപ്പറേഷണൽ സ്റ്റഡിയാണ് ഇപ്പോൾ നടത്തുന്നത്. നെദ്ഹബ് എന്ന് പറഞ്ഞാൽ പോകുന്നു, നമ്മൾ പോകുന്നു അല്ലേ? അങ്ങനെയല്ല അർത്ഥം പഠിച്ച് പോകുന്നു, നമ്മൾ പോകുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ എഴുതിയിട്ട് ലന്നദ്ഹബ. ഇവിടെ ബൂന്നാണ് ലമ്മ ഇട്ടിങ്ങനെ, ഇവിടെ ഫത്തഹാണ് വേണ്ടത് കേട്ടോ. ലെൻ വന്നാൽ ഫത്തഹാണ് അവസാനത്തിന് വേണ്ടത്. ലന്നദ്ഹബ, നാം പോവുകയില്ല. അപ്പോൾ ഫ്യൂച്ചറിലാണ് നാം പോവുകയില്ല, പോവുകയില്ല എന്ന അർത്ഥം കിട്ടുക. അപ്പോൾ നമ്മൾ അതേമാതിരി ഇത് ചെയ്യണം എന്നാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. നക്കുലു എന്ന് പറഞ്ഞാൽ നാം തിന്നുന്നു. ലന്നൗക്കുല, രണ്ടാണ്ട. ലന്നൗക്കുല ലാന്നാണ്. ഈ കുട്ടിയൊക്കെ എഴുതിയിട്ടുള്ളത് തെറ്റാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുള്ളത് ലന്നൗക്കുല എന്ന് വേണം. എന്ത് വേണം? ഇവിടെ എന്താ എഴുതണ്ട്? ലന്നൗക്കുല. അപ്പൊ എന്നിട്ട് എന്താ? നാം തിന്നുകയില്ല. എന്താ അർത്ഥം ഇതാ? ഇവിടെ അർത്ഥം ഇതാ, നാം തിന്നുകയില്ല. ഇനി അടുത്തതിലേക്ക് പ്രവേശിക്കാം. നെർജിയോ എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നു. നാം മടങ്ങി വരുന്നു. അവിടെ എന്താ കൊടുക്കേണ്ടത്?
നർജി ആ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആ ഇതുപോലെ ചെയ്യണം. അതാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നാം മടങ്ങുകയില്ല, നാം മടങ്ങുകയില്ല. കിട്ടിയല്ലോ? കുട്ടൻസ് മനസ്സിലായല്ലോ? നെഗറ്റീവ് ആക്കുക, ഫ്യൂച്ചറിൽ നെഗറ്റീവ് ആക്കുക അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കോൺവെർസേഷൻ ഒന്ന് ഒരു ചെറിയ കോൺവെർസേഷൻ ഉണ്ടാക്കി സ്വന്തം ഉണ്ടാക്കി പഠിച്ചാലോ? മത്താ നർജു ഇലൽ ബൈത്ത്. ബൈത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു, ഇലന്റെ അർത്ഥം പഠിച്ചു, നർജുവിന്റെ അർത്ഥം പഠിച്ചു, മത്ത പഠിച്ചു. ഒക്കെ നിങ്ങൾക്ക് കിട്ടണ മത്താ നർജു ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് ഉണ്ടാക്കാം അല്ലേ? മത്തൊക്കെ നമുക്ക് അറിയുന്നില്ലേ? മത്താ നർജു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്ഷൻ വെച്ചിട്ട്, മസ്ജിദ്. അപ്പൊ എന്ത് ചെയ്യണം? ബൈത്തിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? റീപ്ലേസ് ചെയ്തിട്ട് ബൈത്തിനെ റീപ്ലേസ് ചെയ്യുക, എന്താക്കിയിട്ട് മസ്ജിദ് ആക്കി മാറ്റിയാൽ മതി. മസ്ജിദേ നമുക്ക് ക്ലൂ തന്നിട്ടുള്ളൂ, ആ ക്ലൂ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ എന്ത് ഇത് ഇതേപോലെ എഴുതും, മത്താൻ അർജു ഇലൽ മസ്ജിദി. ബൈത്തിന്റെ പകരം എന്ത് ചെയ്യും? നമ്മൾ മസ്ജിദ് എന്ന് എഴുതും. മനസ്സിലായല്ലോ? ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണം, മത്താൻ ദഹബു, നമ്മൾ എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് രണ്ട് വെച്ചിട്ട് ഉദാഹരണം ഉണ്ടാക്കാം. ഒന്നെങ്കിൽ മത്താ നദഹബു ഇലൽ, മത്താ നദഹബു ഇലൽ മദ്രസ, അങ്ങനെ കൊടുക്കാം. ഇലൽ മത്താ നദഹബുൽ മദ്രസ, അല്ലെങ്കിൽ മത്താ നദഹബു ഇലൽ മദ്രസ. നമ്മൾ മദ്രസയിലേക്ക് ഇല ഇവിടെ ആഡ് ചെയ്യണം കേട്ടോ, ഇല ആഡ് ചെയ്യണം. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് എപ്പോഴാണ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാക്കാം, മത്താൻ നദഹബു ഇല സൂഖി. അപ്പൊ രണ്ട് ക്ലൂ തന്നുകൊണ്ടാണ് നമ്മൾ ആ സൂക്കൊക്കെ ആഡ് ചെയ്തത് കേട്ടോ, ഇല സൂഖി. അപ്പൊ അത് കിട്ടി. അപ്പോൾ നമ്മൾ ചെറിയ കോൺവെർസേഷൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിച്ചു അല്ലേ? ഇനി അടുത്തത് പ്രാവശ്യം. ഒരു പ്രാവശ്യം, വൺസ്, ട്വൈസ്, ത്രൈസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന 4 ടൈംസ്, 5 പ്രാവശ്യം, 4 പ്രാവശ്യം, 10 പ്രാവശ്യം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇനി മറത്തൻ സാനിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം. അപ്പം മറത്തൻ സാലിസ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം. മറത്തൻ റാബിയ എന്ന് പറഞ്ഞാൽ നാലാമത്തെ പ്രാവശ്യം അല്ലേ? അങ്ങനെയല്ല അർത്ഥം, നാലാമത്തെ പ്രാവശ്യം. ഇനി നമുക്കിവിടെ വിട്ടുപോയ ഭാഗങ്ങളുണ്ട് അല്ലേ? ഇത് നമുക്ക് സെൽഫായിട്ട് പൂരിപ്പിച്ചൂടെ? അപ്പോൾ നമുക്ക് എന്താ, അഞ്ചിനെന്താ പറയാ? മറത്തൻ ഹാമിസ എന്നാ പറയാം. ഇവിടെ എഴുതിയത് തെറ്റാണ്, ഈ കുട്ടി എഴുതിയത് തെറ്റാണ്. മറത്തൻ തെൻ എഴുതണം, തെൻവീൻ വേണം, ഡബിൾ അല്ലേ? ഹാമിസ, സീൻ്റെ ശേഷം എന്തുണ്ടാവും? ഹാത്ത ഉണ്ടാവും, ഹാമിസ, ഡബിള് ഹാമിസ എന്ന് എഴുതാം. അപ്പൊ എന്താ, അഞ്ചാമത്തെ പ്രാവശ്യം, അഞ്ചാമത്തെ പ്രാവശ്യം. ഇനി ആറാമത്തെ പ്രാവശ്യത്തിന് നമ്മൾ എന്താ പറയാ? മറത്തൻ സാദിസ. എന്താ പറയാ? സാദിസ, സാദിസ, മറത്തൻ സാദിസ എന്നാ പറയാ. എന്ത്? മറത്തൻ, തൻവീന് വേണം കേട്ടോ, സാദിസ, സാദിസ. ഇവിടെ സാബിയ എന്നാ എഴുതിക്കുന്നത്, തെറ്റാണ്. അപ്പോൾ ആറാമത്തെ പ്രാവശ്യം ഉണ്ടാവും. ഇനി നമുക്കിവിടെ എഴുതാം മറത്തൻ സാബിയ, ഏഴാമത്തെ പ്രാവശ്യം. സബ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഏഴാമത്തെ പ്രാവശ്യം മറത്തൻ സാബിയ. ഈ എഴുതിയത് ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യങ്ങൾ മറത്തൻ സാലിസ, മറത്തൻ സാലിസ റാബിയ, മറത്തൻ ഖാമിസ, മറത്തൻ സാദിസ, മറത്തൻ സാബിയ. അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം, അഞ്ചാമത്തെ പ്രാവശ്യം, ആറാമത്തെ പ്രാവശ്യം, അങ്ങനെ പറഞ്ഞ് പഠിക്കാം. ഇനി അടുത്തത്, ഇനി നമുക്ക് എങ്ങനെ ടൈം പറയൽ, അത് നമ്മൾ അദ്ദേഹത്തിൽ നമ്മൾ പഠിച്ച ടൈം പറയൽ എങ്ങനെയാണ് നോക്കാം. ആ സാത്ത് സാബിയ, 7 മണി, 7 o'clock. ഇംഗ്ലീഷ് പറയുമ്പോൾ 7 o'clock എന്ന് പറയും അല്ലേ? സാത്തു സാബിയ, 7 മണി. അല്ല, ഇവിടെ മലയാളത്തിൽ, അറബി മലയാളത്തിൽ 7 മണി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി 7:30 എന്ന് എങ്ങനെ പറയാം? അതാണ് നമ്മളെ, അത് നമ്മൾ ആ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ സാത്ത് സാബിയ വനിസ്ഫ്, സാത്ത് സാബിയന്റെ ശേഷം വനിസ്ഫ് എന്ന് കൂട്ടിയാൽ 7:30 എന്നായി. അതിന്റെ പകുതി എന്നാണ്. അപ്പോൾ 7:30 മണി. അപ്പൊ എന്ത് മണിനോട് കൂടെയും 7 മണിനോട് കൂടെ വനിസ്ഫ് കൂട്ടിയ 7:30 ആവും, 8 മണിനോട് കൂടെ വനിസ്ഫ് കൂട്ടിയ 8:30 ആവും. അത് കിട്ടിയല്ലോ. അതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അസാബിയ, സാബിയ എന്ന് പറഞ്ഞാൽ 7 മണി എന്നർത്ഥം. എന്താർത്ഥം? ഇനി ഇവിടെ ചോദിച്ചിരുന്നത് എന്താണ്? 8 മണി എന്ന, 8 മണിക്ക് എന്താണ് പറയാ? അസാമിന. എന്താ പറയാ? അസാത്ത് സാമിന എന്നും പറയാം, സാമിന എന്നും പറയാം. സാമിന, അസാത്ത്. നമ്മൾ അതിനെന്ത് പറയാ? അസാത്ത് സാമിന എന്ന് എഴുതാം. എന്താ എഴുതാ? സാ ആണ് കേട്ടോ, 3 പുള്ളിയുള്ള സാ, 3 പുള്ളിയുള്ള സാ ആണ് വരേണ്ടത്. സാമിന, സാമിന എന്താ വരേണ്ടത്? സാമിന എന്നാണ് വരേണ്ടത്. അപ്പൊ 8 മണി എന്ന് പറഞ്ഞാൽ സാത്ത് സാമിന. കിട്ടിയല്ലോ. ഇനി 8:30 എന്താ പറയാ? 8:30 എന്താ പറയാ എന്നാ ചോദിച്ചത്. അസാത്ത് സാമിന വനിസ്ഫ് എന്ന് പറഞ്ഞാൽ മതി. വനിസ്ഫ് ആഡ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അരമണിക്കൂർ കൂടിയില്ലേ വനിസ്ഫ്, അത് കിട്ടി. ഇനി 9 മണിക്ക് അസാത്തു, അസാത്തു താസ്യ, അസാത്തു, അസാത്തു താസ്യ.
എന്താ പറയാ? അസാത്ത് താസിയ. താസിയ എന്നാ പറയാ. അസാത്ത് താസിയ 9 മണി എന്ന് പറയും. അപ്പൊ 9 മണി അത് കിട്ടിയല്ലോ അല്ലേ? ഇനി 5 മണിക്ക് എന്താ? അസാത്തുൽ ഖാമിസ. സീൻ്റെ ശേഷം എന്തുണ്ടാവും? താ ഉണ്ടാവും ട്ടാ. ഏഹ് ഹാ ത ഉണ്ടാവും. ഹായിൻ്റെ മാതിരിയുള്ള തായിനാണ് ഹത്ത എന്ന് പറയുക അല്ലേ? ആ ഓക്കെ. ഇനി 6:30ക്ക് എന്താ പറയാ? 6 മണിക്ക് നമുക്ക് എന്താ പറയാന്ന് നമ്മൾ പഠിച്ചല്ലേ? സാദിസ എന്നല്ല പറയാം. അപ്പൊ 6:30ക്ക് അസാത്ത് സാദിസ വനിസ്ഫ്. സാദിസ വനിസ്ഫ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ 6:30ക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എഴുതാം കേട്ടോ. ഇനി നമുക്ക് നൊഴിദു തയ്യാറാക്കാം. നമുക്ക് തയ്യാറാക്കാം ഹിവാറൻ ഒരു കോൺവെർസേഷൻ ജറ നടന്നു ബൈന അബ്ദുൽ വാരിസ് അബ്ദുറഹീമിൻ്റെ വിത്തബദീൽ. അതിനൊന്ന് മാറ്റിമറിച്ചിട്ട് നമുക്കൊരു കോൺവെർസേഷൻ എഴുതാം. അപ്പം നമുക്കത് റോൾ മോഡൽ ഉണ്ട്. അതിനനുസരിച്ച് ആദ്യത്തതും രണ്ടാമത്തും എല്ലാവർക്കും കിട്ടും അല്ലേ? അവസാനത്തും അതിൻ്റെ മുന്നത്തും കിട്ടും. കാരണം എന്താ? സലാം പറഞ്ഞ് മടങ്ങാന്നല്ലേ. ആദ്യത്തെ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നാണ് പറയേണ്ടത്. രണ്ടാമത്തെ ഈ കുട്ടി എഴുതിയത് ഇത് ശരിയായിട്ടില്ല. രണ്ടാമത്തേൽ എന്താ പറയേണ്ടത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയല്ല നമ്മൾ കോൺവെർസേഷൻ പഠിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കോൺവെർസേഷൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുക. എന്നിട്ട് ഇവിടെ എന്താണ്? ഇവിടെ ക്യാരക്ടർ മാറിയിട്ടുണ്ട്, ആളുകൾ മാറിയിട്ടുണ്ട്, ക്യാരക്ടേഴ്സ് ഇവിടെ മാറിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? ഇബ്രാഹിം ഇസ്മായിലാണ്. ഇബ്രാഹിം പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. നമ്മൾ അങ്ങനെയാണ് ഏതൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അവിടെ പഠിച്ചു അല്ലേ? അതാണ് നമ്മളിവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്തേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. എന്നിട്ട് അവിടെയുള്ള കോൺവെർസേഷൻ അതേമാതിരി കൊടുക്കുക. ഏതേമാതിരി കൊടുത്താൽ മത്ത യുബ്ദൗ ദർസു. ദർസ് എപ്പോഴാണ് തുടങ്ങുക? ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതേമാതിരി എത്ര ലൈൻ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ കാണാപ്പടം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏത് കോൺവെർസേഷൻ ചെയ്താൽ ഇത് അതേപോലെ പ്ലേസ് ചെയ്താൽ മതി. അവിടെ എന്ത് ചെയ്താൽ മതി? മത്ത യുബ്ദൗ ദർസു, എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ അടുത്ത ആൾ ഇസ്മായിൽ മറുപടി പറയുന്നത് യുബ്ദൗ ദർസു മിന സാദിസ ആഷിറ. മിന സാഅത്തിൽ ആഷിറ. പിന്നെ ചോദിക്കുന്നത് മത്താ തൻതഹി ആദിൽ ഇസ. എപ്പോഴാണ് ഇത് അവസാനിക്കുക? അല്ലെങ്കിൽ ആദിഹിൽ ഇസ എന്ന് ചോദിക്കുക. ഈ ക്ലാസ് എപ്പോഴാണ് അവസാനിക്കുക? അപ്പം നമ്മൾ അതിന് മറുപടി പറയും ആദിഹിൽ ഇസ. പിന്നെ മാസ് ഹാദിസ അഷറ. നമുക്ക് സമയം മാറ്റാം. നമ്മൾ പഠിച്ചില്ല സമയം, അതിനനുസരിച്ച് നമുക്ക് മാറ്റുകയും ചെയ്യാം. അങ്ങനെ ഒരു 3-4 കോൺവെർസേഷൻ അവിടെ എഴുതി വെച്ചാൽ അതിൻ്റെ ആൻസറായി. അപ്പോൾ കൃത്യമായിട്ട് അത് നമ്മൾ എഴുതുക. പിന്നെ നമുക്കായിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ 8 മണി 9 മണി, ഞാൻ 9 മണിക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാം. നമ്മൾ പഠിച്ചല്ലോ അല്ലേ? അത് വെച്ചുകൊണ്ട് ധാരാളം കോൺവെർസേഷനുകൾ ഇവിടെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ സെറ്റായി, പാഠം സെറ്റായി. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.